പഠിച്ച പണി 18 നോക്കിയിട്ടും കേജ്രിവാളിനെ പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. കേജ്രിവാൾ ഒരു നീക്കം നടത്തുമ്പോൾ രണ്ട് പണിയാണ് ഒരുമിച്ച് നരേന്ദ്രമോദിയും സംഘവും കൊടുക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉന്നയിച്ച ശേഷമൊക്കെയാണ് കേജ്രിവാൾ ജയിലറയ്ക്കുള്ളിലേക്ക് പോയത്. ആ സമയത്തും കേജ്രിവാളിന്റെ ജാമ്യം നീട്ടണം എന്ന കാര്യം കോടതി പരിഗണിച്ചിരുന്നില്ല. ഇപ്പോഴിതാ കേജ്രിവാളിന് വീണ്ടും തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ ജാമ്യ ഹർജി റോസ് അവന്യൂ കോടതി വീണ്ടും തള്ളി. കേജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായി എതിർത്തതിനെ തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ 3 വരെ നീട്ടി. ഡൽഹി മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേജ്രിവാൾ 100 കോടി രൂപ കോഴയാവശ്യപ്പെട്ടതിന് തെളിവുണ്ടെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. വാങ്ങിയ കോഴപ്പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ആഡംബരവാസത്തിനുൾപ്പെടെ വിനിയോഗിച്ചെന്നും ഇഡിക്കായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ചൂണ്ടിക്കാട്ടി. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരം സമർപ്പിച്ച ഒരു കുറ്റപത്രത്തിലും കേജ്രിവാളിന്റെ പേരില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വിക്രം ചൗധരി വാദിച്ചു. CBIയുടെ പ്രഥമ വിവര റിപ്പോർട്ടിലും കേജ്രിവാളിന്റെ പേരില്ല. PMLA പ്രകാരമല്ല CBI കേസിലാണ് കേജ്രിവാൾ വിചാരണ നേരിടുന്നത്. നേരത്തെ അറസ്റ്റിലായവരുടെ സാക്ഷിമൊഴികൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് കേസ്. അവർക്ക് ജാമ്യം നൽകാനും മാപ്പുസാക്ഷിയാക്കാനും നീക്കം നടക്കുന്നു. അവരുടെ വിശ്വാസ്യത സംശയാസ്പദമാണ്. 2022 ഓഗസ്റ്റിലാണ് കേസിന്റെ തുടക്കം. കേജ്രിവാൾ അറസ്റ്റിലായത് പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കഴിഞ്ഞ മാർച്ചിലാണ്. അറസ്റ്റിന് തിരഞ്ഞെടുത്ത സമയം ദുരൂഹമാണ്. ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് കഴിഞ്ഞ മാസം 10 സുപ്രീം കോടതി ഉത്തരവിട്ടതും പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാളിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇഡിക്കെതിരെ രൂക്ഷമായ വിമർശനം കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു വീഡിയോ സുനിത പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നോട്ടീസ്. മദ്യനയ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ കോടതിയിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഭാര്യ സുനിത കേജ്രിവാളിന് നോട്ടീസ് അയക്കുകയായിരുന്നു ഹൈക്കോടതി. വീഡിയോ കോൺഫറൻസിലൂടെ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയപ്പോഴുള്ളതാണ് വീഡിയോ. സുനിതയുടെ പോസ്റ്റിന് പിന്നാലെ AAPയുടെ പേജിലും നേതാക്കളുടെ പേജിലും ഈ വീഡിയോ പങ്കുവച്ചിരുന്നു. ഇതിനെതിരെ അഭിഭാഷകനായ വൈഭവ് സിംഗാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിക്കുള്ളിലെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും ജഡ്ജിയുടെ ജീവന് പോലും ഭീഷണിയാകുന്ന നടപടിയാണെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ബൻസാൽ കൃഷ്ണ, അമിത് ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് സുനിതയ്ക്ക് നോട്ടീസ് അയച്ചത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്നും അടിയന്തരമായി മാറ്റണമെന്ന് നിർദ്ദേശിച്ചു. മാറ്റിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വീഡിയോ നീക്കണമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും കോടതി നിർദ്ദേശം നൽകി.